ഇതിപ്പോ വിളവെടുത്ത മുരിങ്ങാക്കായാണ്. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ട നമ്മിപ്പോ കടയിൽ കൊടുക്കാൻ വേണ്ടി വിളവെടുത്തതാണ്. നമ്മ ഇത് ഡെയിലി വലുതാകണത് വിളവെടുക്കണതാണ് കേട്ടോ. പിന്നെയും ഇഷ്ടം പോലെ മുരിങ്ങമല് വിളവെടുക്കാനുണ്ട്. നമ്മ മുരിങ്ങമരം നട്ട് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കായ ഉണ്ടാവുമ്പോ കംപ്ലീറ്റ് മുരിങ്ങക്കമ്പ് വെട്ടി നിർത്തും. അപ്പൊ നമുക്ക് ഇതേപോലെ കൈ എത്തിച്ച് പൊട്ടിക്കണ രൂപത്തിൽ നമുക്ക് മുരിങ്ങ കായ്ക്കുകയും ചെയ്യും. ഇഷ്ടം പോലെ കായ്ക്കും. പിന്നെ മുരിങ്ങ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം മുരിങ്ങ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ മുരിങ്ങക്ക് യാതൊരു വളവും വേണ്ട, വെള്ളവും വേണ്ട, നമുക്ക് യാതൊരു പരിചരണവും വേണ്ടാത്താണ്. നമുക്ക് ഇലയും പൂവും കായൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം. മുരിങ്ങയുടെ കമ്പ് നടുകയും ചെയ്യാം. അതേപോലെ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ നടുകയും ചെയ്യാം. അപ്പൊ കമ്പ് നടുമ്പോ മുരിങ്ങ പൂക്കണ ടൈമിൽ കമ്പ് നടുകയാണെങ്കിൽ അടുത്ത വർഷം തന്നെ നമുക്ക് കായ പറിക്കുകയും ചെയ്യാം. നമുക്കിപ്പോ ഈ വിളവെടുത്ത മുരിങ്ങക്കായ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് വേണ്ട, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ട. ഇത് എളുപ്പമാണ്. കണ്ട നമുക്ക് കത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒടിച്ചപ്പോ ഇതാണ് എളുപ്പം മുരിങ്ങക്കായാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. കണ്ട ഈ മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മ ഈ സ്റ്റേജിലാണ് നമ്മ വിളവെടുക്കേണ്ടത്. കുരുവൊക്കെ വലുതാകണേക്ക് മുമ്പ്, എന്നാലാണ് മുരിങ്ങക്കായ്ക്ക് ടേസ്റ്റ് ഉണ്ടാവണത്. അപ്പൊ എല്ലാവരും ഒരു മുരിങ്ങ മരമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് മുരിങ്ങ.